ഓയസിസ് എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയായിട്ടുള്ള ഗൗതം മൽഹോത്രയെ 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തത്? PMLA ആക്ട് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. കാരണം കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതാണ്. അത് ഡൽഹി എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇടപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ED ഗൗതം മൽഹോത്രയെ അറസ്റ്റ് ചെയ്യുന്നത് PMLA ആക്ട് പ്രകാരം. ഒരു വ്യവസായി ഇത്തരത്തിലൊക്കെ ചില കേസുകളിൽ ചെന്ന് പെടാം എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ താങ്കൾ ഇപ്പോൾ ചോദിച്ചൊരു പ്രശ്നമുണ്ടല്ലോ, പാലക്കാട് തന്നെ തിരഞ്ഞെടുക്കുന്നു. പാലക്കാട് എന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണത്? അതൊരു ഉഷ്ണമേഖലാ പ്രദേശമാണ്. അവിടെ വലിയ രീതിയിൽ കുടിവെള്ളക്ഷാമം, ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നോക്കൂ, 2000-ൽ പാലക്കാട്ട് പെരുമാട്ടി പഞ്ചായത്തിൽ പ്ലാച്ചുമടയിൽ കൊക്കക്കോള ഒരു കമ്പനി തുടങ്ങിയല്ലോ. ആ കൊക്കക്കോള കമ്പനി തുടങ്ങിയതിനെതിരായിട്ട് 2002 മുതൽ വലിയ സമരങ്ങൾ അവിടെ ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കൊക്കക്കോള കമ്പനിയുടെ പ്ലാന്റ് വന്നതിന് ശേഷം അതിൻ്റെ പരിസരങ്ങളിലുള്ള കിണറുകളിലെല്ലാം വെള്ളം പറ്റി. അത് മാത്രവുമല്ല, ആ പ്രദേശത്തെ വെള്ളം കണ്ടാമിനേറ്റഡായി, മലിനമായി. അപ്പോൾ അവിടെ കുടിവെള്ള പ്രശ്നം തന്നെ ഉണ്ടായി, ജീവിത പ്രശ്നമായി മാറി. അപ്പം കൃഷി മാത്രമല്ല, കൃഷിയെ ബാധിക്കുന്നുണ്ട് എന്ന് മറ്റൊരു വശത്ത് കൃഷിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും മനുഷ്യർക്ക് അത്യാവശ്യമായി ജീവിക്കാൻ വേണ്ട കുടിവെള്ളം തന്നെ മുട്ടുന്നൊരു സാഹചര്യം ഈ കൊക്കക്കോള പ്ലാന്റ് 2000-ൽ ആരംഭിച്ച ആ പ്ലാന്റ് പിന്നെ അവിടെ അത്തരത്തിലൊരു പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കി, അങ്ങനൊരു പ്രശ്നമുണ്ടാക്കി. അതിനെതിരായിട്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി കേരളത്തിൽ, അല്ലേ? മൈലമ്മയെ പോലെയുള്ള വലിയ ജനകീയ ബിംബങ്ങൾ തന്നെ ആ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായി.